ഒരു മകനുമില്ല. എല്ലാരും ഉമ്മാടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കടിച്ചിട്ടുള്ളവരാണ്. മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഇന്നും നമുക്ക് ഭക്ഷണം എൻ്റെ ഉമ്മ എനിക്കൊന്ന് വാരി തന്നിരുന്നെങ്കിൽ, എൻ്റെ വാപ്പ എനിക്കൊന്ന് ഭക്ഷണം വാരി തന്നിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന മക്കളുണ്ട്. എങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്. റസൂലുള്ള പറഞ്ഞു, ആയിഷ കാന യുത്ഇമുഹാ ബിയദിഹി. ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? ഉമ്മാന് തിരിച്ചു ഭക്ഷണം വാരി കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം, ഉമ്മാടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് ഭക്ഷണം വാങ്ങിക്കടിച്ച മകൻ ഉമ്മാന് തിരിച്ച് തന്റെ കൈ കൊണ്ട് വാരി കൊടുക്കുമായിരുന്നു. ഈ സദസ്സിലിരുന്ന് കൈവക്കിയവരോട്, നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ നിന്റെ ഉമ്മയ്ക്കോ നിന്റെ വാപ്പയ്ക്കോ ഒരു നേരമെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നീ ഭക്ഷണം വാരി കൊടുത്തിട്ടുണ്ടോ? അള്ളാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. വാപ്പാനോ ഉമ്മാനോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കൈകൊണ്ട് ഭക്ഷണം വാരി കൊടുത്തിട്ടുള്ള മക്കളൊന്ന് കൈവക്കിക്കേ. കാണാനുള്ള കൊതിയുണ്ടാവില്ല. എവിടെ പോയി നേരത്തെ പൊക്കിയവരൊക്കെ? നേരത്തെ കൈപൊക്കിയ നിനക്കെന്തേ മനുഷ്യ? നിന്റെ ജീവിതത്തിൽ 20, 30, 40, 50, 60 കൊല്ലമായില്ലേ? ഒരിക്കൽ പോലും പെറ്റ തള്ളയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കാൻ നിനക്കെന്തുകൊണ്ട് കഴിഞ്ഞില്ല? നിനക്കെന്തുകൊണ്ട് കഴിഞ്ഞില്ല? സമയില്ല. നീയിപ്പ ആ കിളവിക്ക് വാരി, അത് കിളവീന്നാ വിളിക്കണം മാനെ. ആ കിളവിക്ക് ഒരു ഭക്ഷണം വാരി കൊടുക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ള ഉസ്താദ് ഇല്ലേ? അല്ലാഹുവേ പടച്ചവനെ, മാതാവിന്റെയും പിതാവിന്റെയും വില എവിടെയാ പഠിക്കണ്ടേ? അവരുടെ മഹത്വം അവിടെയാ പഠിക്കണ്ടേ? ഉസ്താദെ, കണ്ണിന് കാഴ്ചയില്ല ഉസ്താദെ, കണ്ണിന് കാഴ്ചയില്ല, ദുആ ചെയ്യ്. കണ്ണാടി വെക്കാൻ ഡോക്ടർ പറഞ്ഞു. കണ്ണിന് തിമിരമാ ഉസ്താദെ, ദുആ ചെയ്യ്. പാപ്പാ, നിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി നിനക്ക് വേണോ? രോഗം പിടിച്ച് വീടിന്റെ അകത്ത് കിടക്കുന്ന ഉമ്മാന്റെ മുഖത്ത് പോയി ചിരിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരി. നിന്റെ കണ്ണിന്റെ കാഴ്ച ശക്തി അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു മരുന്നും കഴിക്കണ്ട, നീ ഒരു കണ്ണാടിയും വെക്കണ്ട. പെറ്റ തള്ളയുടെ മുഖത്ത് നോക്കിയിരിക്കും മനുഷ്യ. നിന്നെ നൊന്ത് പ്രസവിച്ച 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മാന്റെ 2 നെറ്റികൾക്കിടയിൽ പോയി നീ ചുംബിക്കുമോനെ. ഉമ്മാടെ മുഖത്ത് നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ കൂലിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇന്ന് വഴുത് കടിഞ്ഞ് ഇവിടെ നിന്ന് ഭക്ഷണവുമായി വീട്ടിലേക്ക് കടന്നുപോ. രോഗം പിടിച്ച് വീടിന്റെ അകത്ത് കിടക്കുന്ന ഉമ്മ വാപ്പ, അല്ലാഹുവേ പടച്ചവനെ, ഇവിടെ നിന്ന് കിട്ടുന്ന ചീരണിയുമായി ഉമ്മാടെയും വാപ്പാടെയും റൂമിന്റെ അകത്ത് കയറി ചെന്നിട്ട് മാതാപിതാക്കളുടെ കാലിൽ പിടിച്ചിട്ടിരുന്ന് കര, ഉമ്മച്ചി എനിക്ക് പുറത്തുതാ. നിങ്ങളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അറിവില്ലാതെ പലതും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. എനിക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ട് തരണമെന്ന് പറഞ്ഞു വാപ്പാടെയും ഉമ്മാടെയും കാല് പിടിച്ച് കരയണം. എന്നിട്ട് ചോദിക്കണം, ഉമ്മ എനിക്കൊരാഗ്രഹമുണ്ട്, പറ്റില്ല എന്ന് നിങ്ങൾ പറയരുത്. വാപ്പച്ചി, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരാഗ്രഹമുണ്ട്, എൻ്റെ ഉപ്പ പറ്റില്ല എന്ന് പറയരുത്. എന്തേടാ മോനെ? ഉമ്മ, എനിക്ക് എൻ്റെ കൈ കൊണ്ട് നിങ്ങൾക്കൊന്ന് ഭക്ഷണം വാരിത്തരണം. പോയി പറയണം പെങ്ങളെ, ഉമ്മയോട് പറയണം, ഉമ്മ ഈ ശരീരം നിങ്ങൾ തന്ന ഭക്ഷണം കൊണ്ട് വളർന്നതാ ഉമ്മ. എൻ്റെ ഉമ്മച്ചിക്ക് ഒരിക്കലെങ്കിലും എൻ്റെ ഉമ്മാടെ കണ്ണടയുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് എൻ്റെ കൈ കൊണ്ട് എൻ്റെ ഉമ്മായ്ക്കും ഉപ്പായ്ക്കും ഭക്ഷണം വാരി കൊടുക്കണം. വാരി കൊടുത്താ അള്ളാഹു തരുന്ന പ്രതിഫലം സ്വർഗത്തിലൊരു വീടും സ്വർഗത്തിലെ ഭക്ഷണവും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളിൽ പലർക്കും ഇതിന് സമയമില്ല. വാപ്പ, എന്തിനാ വാപ്പ ജീവിക്കണേ? നിന്റെ ഉമ്മയ്ക്ക് കൊതിയില്ലേ? ഉമ്മ ആഗ്രഹമില്ലേ? നമ്മുടെ ഉമ്മയല്ലേ, നാട്ടിലെ വേറെ ആരുമല്ലല്ലോ. നമ്മുടെ വാപ്പയ്ക്ക് ഉമ്മയ്ക്ക് നിന്റെ ഈ ജീവിതത്തിന്റെ ഇടയിൽ ഒരിക്കൽ നിനക്കൊന്നൊരു ഗ്ലാസ് വെള്ളം കുടിപ്പിക്കാൻ, ഒരുരുള ഭക്ഷണം നിന്റെ കൈകൊണ്ട് നിന്റെ ഉമ്മച്ചിക്ക് വാരി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാ മനുഷ്യ? അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. പലരിരുന്ന് കരയുന്നുണ്ട്. എന്തേന്നറിയോ ഉസ്താദ്, എൻ്റെ വാപ്പായ്ക്കും ഉമ്മായ്ക്കും വാരി കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല, അവരിന്ന് മണ്ണിനടിയില്ല. എന്റെ മാതാ, ഞാൻ ഇപ്പോഴാ ഇങ്ങനെ ഒരു ഇൽമ കേൾക്കുന്നത്. എനിക്കറിയില്ല ഉസ്താദെ, കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ രണ്ടുപേരും ഖബറില്ല. പാപ്പ, നിനക്ക് തോന്നിയല്ലോ, അത്